മാങ്ങയും ഈന്തപ്പനയും പപ്പായയും നാരങ്ങയും പേരയ്ക്കയും മുന്തിരിക്കയുമൊക്കെ വിളവെടുപ്പിന് പാകമായി നിൽക്കുന്ന സുന്ദരമായ കാഴ്ചകളാണ് നമ്മളെ ഇവിടേക്ക് വരവേൽക്കുന്നത്. നമസ്കാരം സുഹൃത്തുക്കളെ, പ്രേംജി ദ വ്ളോഗറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒമാന്റെ ഭൂപ്രകൃതി, അതിൻ്റെ സൗന്ദര്യം മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറെ വ്യത്യസ്തമാണ്, ഏറെ സൗന്ദര്യമുള്ളതാണ്. അത് ഈ രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ടുള്ള വികാരം കൊണ്ട് മാത്രം പറയുന്നതല്ല. ഒമാന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളവർ എന്നോട് ഇക്കാര്യത്തിൽ സന്ധി ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മറ്റു ഗൾഫ് രാജ്യങ്ങളിലെ സൗന്ദര്യം മനുഷ്യനിർമ്മിത കെട്ടിടങ്ങളിലേക്കും രാത്രികാല കാഴ്ചകളിലേക്കും മാത്രം ചുരുങ്ങുമ്പോൾ ഒമാന്റെ സൗന്ദര്യം അതിൻ്റെ തനത് ഭൂപ്രകൃതി തന്നെയാണ്. നോക്കത്താ ദൂരത്തെ മണൽ കാടുകളും വന്യമായ മലനിരകളും കുളിർമയുള്ള നീർത്തടാകങ്ങളും പച്ചപൊച്ച പ്രകൃതിയുമെല്ലാം ഒമാനെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും നീളമേറിയതും മത്സ്യസമ്പന്നവുമായ കടൽ തീരവും ഒമാന് മാത്രം സ്വന്തമാണ്. ഒമാന്റെ പൗരാണിക നഗരമായ സൂറിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ അകലെ മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ക്വാബ് എന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. തുടർന്ന് കാണുക. ഈ എപ്പിസോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് ഒമാനിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലേക്കാണ്. കാർഷിക സമ്പന്നമായ നിരവധി ഉൾനാടൻ ഗ്രാമങ്ങൾ ഒമാനിലുണ്ട്. ഈ യാത്രയിൽ എന്നോടൊപ്പം അഹമ്മദും ഈസയും പിന്നെ ഖാലിദും ഉണ്ടായിരുന്നു. ഖാലിദിന്റെ ഗ്രാമമാണ് ക്വാദ്. അതുകൊണ്ട് തന്നെ യാത്രയും വിവര ശേഖരണവുമെല്ലാം വളരെ എളുപ്പമായിരുന്നു. സൂറിൽ നിന്നും ഏതാണ്ട് 40 കിലോമീറ്റർ അകലെ മലനിരകൾക്ക് നടുവിലായി ഒറ്റപ്പെട്ടു കിടക്കുന്ന ഒരു ഗ്രാമമാണ് ക്വാദ്. ഈ എപ്പിസോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് ക്വാദ് എന്ന കൊച്ചു ഗ്രാമത്തിന്റെ സൗന്ദര്യത്തിലേക്കാണ്. വളരെ പരിമിതമായ യാത്രാ സൗകര്യം മാത്രമേയുള്ളൂ ഈ ഗ്രാമത്തിലേക്ക്. മലനിരകൾക്ക് നടുവിലൂടെയുള്ള ഈ ഒറ്റയടി പാതയാണ് ക്വാദ് ഗ്രാമത്തെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്നത്. ഈ ഗ്രാമത്തിലേക്ക് വൈദ്യുതി കടന്നു വന്നിട്ട് 21 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. മാങ്ങയും ഈന്തപ്പനയും പപ്പായയും നാരങ്ങയും പേരയ്ക്കയും മുന്തിരിക്കയുമൊക്കെ വിളവെടുപ്പിന് പാകമായി നിൽക്കുന്ന സുന്ദരമായ കാഴ്ചകളാണ് നമ്മളെ ഇവിടേക്ക് വരവേൽക്കുന്നത്. 50ഓളം കുടുംബങ്ങളും 200-ൽ താഴെ മാത്രം ജനസംഖ്യയുമുള്ള ഈ ഗ്രാമത്തിന്റെ പ്രധാന വരുമാന മാർഗവും കൃഷി തന്നെയാണ്. ഒമാന്റെ ഉൾപ്രദേശങ്ങളിലായി പച്ചപുതച്ച ഒത്തിരി ഗ്രാമങ്ങളുണ്ട്. ഒപ്പം തന്നെ പച്ചയായ ഗ്രാമീണവാസികളെയും കാണാം. എന്നെ എപ്പോഴും ആകർഷിച്ചിട്ടുള്ളതാണ് ഒമാന്റെ ആതിഥേയ മര്യാദയും ശീലങ്ങളും. അത് ഗ്രാമപ്രദേശങ്ങളിലാകുമ്പോൾ കുറച്ചുകൂടെ തെളിമയുണ്ടാകും. ഗ്രാമത്തിലെ തലമുതിർന്ന ആളുകളും ഖാലിദിന്റെ ബന്ധുക്കളും ചേർന്ന് ഞങ്ങളെ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളിൽ സ്വീകരിച്ചിരുത്തി. ഇവിടെ തന്നെ വിളവെടുത്ത പഴവർഗ്ഗങ്ങൾ നൽകി സൽക്കരിച്ചു. തുടർന്ന് ഞങ്ങൾ കാഴ്ചകൾ കാണുവാൻ ഇറങ്ങി. ഇവിടെയുള്ള തലമുതിർന്ന ആളുകളുമായുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഒരു 250 വർഷത്തിൽ ഏറെയെങ്കിലുമായി കാണും ഇവിടെ ജനവാസം ആരംഭിച്ചിട്ട്. സുലഭമായ ഒരു ശുദ്ധജല സ്രോതസ് തന്നെയാകും ഇവിടേക്ക് മുൻഗാമികളെ ആകർഷിച്ചിട്ടുണ്ടാവുക. ഈ മലനിരകൾക്കു നടുവിൽ ഇങ്ങനെയൊരു നീർച്ചാലിന്റെ സാന്നിധ്യം എന്ത് മാർഗം ഉപയോഗിച്ചാകും അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഒരു ശുദ്ധജല സ്രോതസ്സിന്റെ സാന്നിധ്യം തന്നെയാണ് സമൂഹ നിർമ്മിതിക്കും സംസ്കാര സൃഷ്ടിക്കുമൊക്കെ കാരണമായതെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഒമാനിലെ ഓരോ ഉൾനാടൻ ഗ്രാമങ്ങളുടെയും രൂപീകരണത്തിന് പിന്നിൽ ഒരു ശുദ്ധജല സ്രോതസ് തന്നെയാണ്. അത് സ്വാഭാവികമായ നീർച്ചാലുകളാകാം, അല്ലെങ്കിൽ ആഴത്തിൽ നിർമ്മിച്ച കിണറുകളിൽ നിന്നും ലഭിക്കുന്ന ജലപ്രവാഹമാകാം. ആഴത്തിൽ കിണറുകൾ കുഴിച്ച് അവിടെ നിന്നും ഫലജ് എന്ന വെള്ളച്ചാലുകൾ കിലോമീറ്ററുകളോളം നീളത്തിൽ നിർമ്മിച്ച് അതിലൂടെയാണ് കൃഷിക്ക് ആവശ്യമായ ജലം മുഴുവനും ഉറപ്പുവരുത്തുന്നത്. ജലസ്രോതസ്സിൽ നിന്നും അല്പം താഴെയായിട്ടാകും കൃഷിയിടങ്ങൾ ഒരുക്കുക. അതുവഴി യന്ത്രങ്ങളുടെ സഹായമില്ലാതെ തന്നെ നീരൊഴുക്ക് വർഷം മുഴുവൻ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. UAE, ഇറാൻ, ബലൂചിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ഫലജ് ജലസേചന സംവിധാനം കാണുവാൻ കഴിയും. 2006 മുതൽ ഒമാനിലെ 5 ഫലജ് ജലസേചന സംവിധാനങ്ങൾ യുനെസ്കോയുടെ ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫലജൽ കത്മേൻ, ഫലജ് ദാറിസ്, ഫലജൽ മൈസർ, ഫലജൽ മൽക്കി, ഫലജൽ ജയില എന്നീ ഫലജുകളാണ് യുനെസ്കോ ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആധുനിക ഒമാന്റെ സ്രഷ്ടാവായ സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് അൽ സയ്യിദിന്റെ ദീർഘവീക്ഷണവും കരുതലും തന്നെയാണ് ഓരോ ചെറിയ ഗ്രാമത്തിലും കാണപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും.
ഇതിന്റെയൊക്കെ ഗുണഫലങ്ങൾ ഒമാനിലെ യുവജനത ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത ആഴ്ച പുതിയ അധ്യായവുമായി കാണാം.